സാന്ത്വം മിഷൻ ക്വിസ്. പ്രിയ പ്രേക്ഷകരെ, സാന്ത്വം മിഷൻ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷിത അറിവുകൾ പകർന്നുകൊണ്ട് സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST ഈ യാത്ര നടത്തുകയായിരുന്നു. 2 സെമി ഫൈനൽ റൗണ്ടുകളിൽ നിന്ന് തങ്ങളുടെ ബുദ്ധിയും ശക്തിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഫൈനൽ റൗണ്ടിലേക്ക് വന്ന 4 ടീമുകളാണ് ഇവിടെ ഇന്ന് മാറ്റുരയ്ക്കുന്നത്. MSTയുടെ സുവർണ ജൂബിലി സമ്മാനമായ ക്യാഷ് പ്രൈസും ട്രോഫിയും നേടുന്നത് ആരാണെന്ന് അറിയുവാൻ വേണ്ടി ഏതാനും നിമിഷങ്ങൾ മാത്രം. വ്യത്യസ്തമായ റൗണ്ടുകളിലൂടെ വ്യത്യസ്തമായ മാർക്കുകൾ കരസ്ഥമാക്കുവാനുള്ള അവസരമാണ് ഈ റൗണ്ടിൽ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു പ്രേക്ഷിതയായ സഭ പ്രേക്ഷിതയാകുന്നത് അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്നത് എന്നുള്ളത്. ആ സഭയിലെ അംഗങ്ങളായ നമ്മളെല്ലാവരും നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയുമാണ്. സാന്ത്വം മിഷൻ ക്വിസിലൂടെ പ്രേക്ഷിതയായ സഭ പ്രേക്ഷിതയാണ് എന്ന് ഈ മത്സരാർത്ഥികൾ അവരുടെ വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിലും ഇന്ന് ഈ എപ്പിസോഡിലും പ്രകടിപ്പിക്കുവാൻ പോവുകയാണ്. ഫൈനൽ റൗണ്ടിലേക്ക് വന്ന മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി SH കാഞ്ഞിരപ്പള്ളി. സെമി ഫൈനൽ റൗണ്ടുകളിൽ ആദ്യത്തെ എലിമിനേഷൻ റൗണ്ടുകളിലും തുടർന്ന് വന്ന സെമി ഫൈനൽ റൗണ്ടുകളിലും ശക്തമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ഇതാ ട്രോഫി ഞങ്ങൾ കൊണ്ടുപോകുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ ആ നിൽക്കുന്നതും ചിരിയും കണ്ടാൽ നമുക്കറിയാം. ഇതാ ഇവരുടെ എത്തിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളുടെ പേര്, വരുന്ന സ്ഥലം ഒന്ന് പറയുക. സിസ്റ്റർ ലിയ ടോം കമ്പംമേട്ട്. സിസ്റ്റർ ലിയ ടോം കമ്പംമേട്ടിൽ നിന്നാണ് വരുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്ന സിസ്റ്റർ ഇതാ ഇന്ന് നമ്മുടെ തായിരിക്കുകയാണ് ഈ എപ്പിസോഡിൽ. സിസ്റ്റർ ട്രീസ മേരി. സിസ്റ്റർ ട്രീസ മേരിയും കമ്പംമേട്ടിലെ കാഞ്ഞിരപ്പള്ളി SH കോൺഗ്രിഗേഷനിലെ കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസിലെ കമ്പംമേട്ട് സ്ഥിതി ചെയ്യുന്ന ആതുര ശുശ്രൂഷ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സ് നമ്മുടെ തായിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക്, ഈ ഫൈനൽ റൗണ്ടിലേക്ക് സ്വാഗതം, സ്വാഗതം, സ്വാഗതം. അടുത്തതായി FCC ഭരണജ്ഞാനം അൽഫോൻസാമയുടെ സ്വന്തം പ്രൊവിൻസിൽ നിന്ന് നമ്മുടെ തായിരിക്കുകയാണ്. എലിമിനേഷൻ സെമി ഫൈനൽ റൗണ്ടുകളിൽ തങ്ങളുടെ ബുദ്ധി എന്താണെന്നും നിങ്ങളുടെ അറിവെന്താണെന്നും തെളിയിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്താം. സിസ്റ്റർ ജെയ്മി അബ്രാഹാം, അൽഫോൻസ ജ്യോതി പ്രൊവിൻസ് ഭരണജ്ഞാനം FCC. സിസ്റ്റർ ജിയോ മരിയ, അൽഫോൻസ ജ്യോതി പ്രൊവിൻസ് ഭരണജ്ഞാനം. അവസാനം ക്യാഷ് പ്രൈസും ട്രോഫിയും കൊണ്ടുപോകുമ്പോഴും ഈ ചിരി കണ്ടാൽ മതി. ഇപ്പോൾ പേര് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ദുഃഖമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ചിരിച്ചുകൊണ്ട് നമുക്ക് പോരാടാം. അതെ, ഇത് നമുക്ക് പരസ്പരം അറിവുകൾ പങ്കുവയ്ക്കുവാനുള്ള അവസരമാണ്. ചിരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ അറിവുകൾ, പ്രേക്ഷിത അറിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കാം. എല്ലാവിധ ആശംസകളും. അടുത്തതായി SMS പാല സ്നേഹരി മിഷണറി സന്യാസിനി സമൂഹത്തിൽ നിന്ന്, പാല സെൻറ് തോമസ് പ്രൊവിൻസിൽ നിന്ന് നമ്മുടെ തായിരിക്കുന്ന സിസ്റ്റേഴ്സാണ്. ഇവരും അതുപോലെ തന്നെ കഴിഞ്ഞ റൗണ്ടുകളിൽ തങ്ങളുടെ പ്രഭാവം എങ്ങനെയാണ് എന്നുള്ളത് തെളിയിച്ച് തന്നെ വന്നിരിക്കുന്നതാണ്. നമുക്ക് പരിചയപ്പെടാം. സിസ്റ്റർ ബ്ലസ്മരിയ SMS സെൻറ് തോമസ് പ്രൊവിൻസ് പാല. സിസ്റ്റർ അനാലിയ SMS സെൻറ് തോമസ് പ്രൊവിൻസ് പാല. ആതുര ശുശ്രൂഷ രംഗത്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന 2 സിസ്റ്റേഴ്സാണ് നമ്മുടെ തായിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. ട്രോഫിയിലേക്ക് ആരാണ് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്നുള്ള നിമിഷങ്ങളാണ്. നമുക്ക് ഒന്നിച്ച് പോരാടാം. ആരാണ് ക്വിസ് മാസ്റ്റർ സമ്മാനം നിങ്ങൾ കൊണ്ടുപോയി നമുക്ക് നോക്കാം. എല്ലാവിധ ആശംസകളും. അവസാനമായി DST പാല, സെൻറ് തോമസ് പ്രൊവിൻസ് DST പാലായിൽ നിന്ന് എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. സിസ്റ്റർ അൽഫോൻസ, പാലക്കാട് കയറാടിയിൽ നിന്ന്. യെസ്, പാലക്കാട് കരാടി സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ സിസ്റ്റർ അൽഫോൻസ. സിസ്റ്റർ സെലിൻ, സെൻറ് തോമസ് പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് പാല. യെസ്, തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അറിയപ്പെടുന്ന സർജൻ ഡോക്ടറാണ് സിസ്റ്റർ സെലിൻ. നമുക്കറിയാം ഇവിടെ നമ്മുടെ പ്രേക്ഷിത അറിവുകളൊക്കെ വലിച്ച് കീറി മുറിച്ച് തുന്നിക്കെട്ടി നമുക്ക് തരും. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും. ട്രോഫി ആര് നേടുമെന്ന് നമുക്കറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യ റൗണ്ടിലേക്ക് കടക്കാം. ഫേസ് ടു ഫേസ് റൗണ്ട്. നമ്മൾ മുഖാമുഖം പോരാടാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം വരാൻ പോകുന്നത് SH കാഞ്ഞിരപ്പള്ളിയോടാണ്. ഈ റൗണ്ടിൽ ശരിയായ ഉത്തരം പറഞ്ഞാൽ 10 മാർക്ക്,
നിങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ അത് അടുത്ത ടീമിന് വരുന്നതായിരിക്കും. പക്ഷേ 5 മാർക്കേ തരുള്ളൂ. നിങ്ങൾക്കും പറയാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത ടീമിന്. പക്ഷേ സിസ്റ്റർ നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് തരുമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം SH കാഞ്ഞിരപ്പള്ളിയോട് ധനവാനെയും ലാസറിനെയും ലൂക്കാസ് വിശേഷകൻ പരിചയപ്പെടുത്തുന്ന ഭാഗം ഏതാണ്? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം. ലൂക്കായുടെ സുവിശേഷം പറഞ്ഞു, 16-ാമത്തെ അധ്യായം പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ ഉത്തരം അത്. 16-ാം അധ്യായം പറഞ്ഞു. ബാക്കി പറയുന്നുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള ഉത്തരം ശരിയാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ ലൂക്കാസ് വിശേഷകൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. പേടിയാണോ? കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ഒരു ആവേശമൊന്നും കാണുന്നില്ലല്ലോ. എന്തായാലും 10 മാർക്ക് SH കാഞ്ഞിരപ്പള്ളി ആദ്യത്തെ റൗണ്ടിൽ നേടിയിരിക്കുകയാണ്. അതോടുകൂടി അവരവരുടെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. രണ്ടാമത്തത് FCC ഭരണങ്ങാനം. ഞാൻ എന്നാ ചോദിക്കണ്ടേ? ചോദ്യം ചോദിക്കണം. എന്തായി? യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏതു ബൈബിൾ ഭാഗത്താണ് കാണുവാൻ സാധിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷമാണ് നമ്മുടെ പഠന വിഷയം, നമുക്കറിയാലോ. ഓക്കെ, 11:1 മുതലുള്ള വാക്യങ്ങൾ. 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഉറപ്പ്? കൂട്ടുകാരോട് ചോദിക്കാൻ ഉറപ്പാണ്? ഉത്തരം ശരിയാണ്. FCC ഭരണങ്ങാനവും 10 മാർക്ക് നേടിക്കൊണ്ട് അവരുടെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ഇനിയുമുണ്ട് റൗണ്ടുകൾ. നോക്കാം. അടുത്തത് SMS പല. റെഡിയാണ്? രണ്ടുപേരും ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്തെങ്കിലും പറയണം. തീർച്ചയായിട്ടും SMS സമൂഹത്തിലെ പാലായിൽ നിന്നുള്ള SMSലെ പ്രൊവിൻഷ്യാളമ്മയും മറ്റ് കമ്മ്യൂണിറ്റി അംഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. 2 സിസ്റ്റേഴ്സിനെ പറഞ്ഞു വിട്ടതിന് ശേഷം പ്രാർത്ഥിച്ചിരിക്കുകയാണ് ട്രോഫിയും കൊണ്ട് വരാൻ വേണ്ടി. ക്യാഷ് പ്രൈസ് വേണ്ടായിരിക്കും, ട്രോഫി മാത്രം മതിയായിരിക്കും. ഓക്കെ, എന്തായാലും ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതാ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ ലൂക്കാസ് വിശേഷകൻ വിവരിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരിക്കൽ കൂടി ആവർത്തിക്കാം. നല്ല സമരിയാക്കാരൻ്റെ ഉപമ ലൂക്കാസ് വിശേഷകൻ വിവരിച്ചിരിക്കുന്നത് എവിടെയാണ്? ബൈബിളിലാണ്, അറിയാലോ. 10-ാം അധ്യായം. ആ, കൂട്ടുകാരി സിസ്റ്ററോട് ചോദിച്ചോ? 10-ാം അധ്യായം 15 മുതലുള്ള വാക്യം. ഉച്ചത്തിൽ പറയട്ടെ. 15 മുതലുള്ള വാക്യം. 15 മുതലുള്ള വാക്യങ്ങൾ. ഒന്നുകൂടെ. 10-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പകുതി ശരിയാണ്. അധ്യായം ശരിയാണ്. വാക്യങ്ങൾ 29 മുതൽ 37 വരെ 5 മാർക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. പകുതി ഉത്തരം ശരിയായതുകൊണ്ട് ആദ്യത്തെ റൗണ്ടിൽ SMS പാലായും അവരുടെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് 5 മാർക്കുമായിട്ട്. അവസാനത്തെ ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം DST പാലായോട്. ഡോക്ടർ സെലിൻ റെഡിയാണ്? സന്തോഷമുണ്ട്. നമുക്ക് നോക്കാം. ഈ സന്തോഷം ചോദ്യം ചോദിച്ച് അവസാനം വരെ ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കാം. കാണാതായ ആടിൻ്റെ ഉപമ വ്യക്തമാകുന്ന ഭാഗം ഏത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. ഡോക്ടറോട് ചോദിക്കുക, കൊടുത്ത് നിൽക്കുന്നത്. അല്ലേ? ഉറപ്പിച്ചു? സിസ്റ്റർ അൽഫോൻസ ഉറപ്പിച്ചു? എന്നോട് പറഞ്ഞേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യം. ഉറപ്പിച്ചു? ഉത്തരം ശരിയാണ്. DST പാലായും അവരുടെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുകയാണ്. 10 മാർക്ക്. ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാവുമ്പോൾ നമുക്കറിയാം SH കാഞ്ഞിരപ്പള്ളി 10 പോയിന്റ്, FCC ഭരണങ്ങാനം 10 പോയിന്റ്, SMS പാല 5 പോയിന്റ്, DST പാല 10 പോയിന്റ്. ഇതോടുകൂടി ആദ്യത്തെ റൗണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. 50-50 റൗണ്ട്. ഈ റൗണ്ടിലെ നിയമങ്ങൾ ഇതാണ്. ചോദ്യമുണ്ട്. ചോദ്യത്തോടൊപ്പം 4 ഓപ്ഷനും ഉത്തരങ്ങൾ. അത് 4 ഓപ്ഷനിൽ ഒരെണ്ണം, ഒരു ഉത്തരം ശരിയായിരിക്കും. ചോദ്യം 4 ഓപ്ഷനോട് കൂടി നിങ്ങൾക്ക് തരും. ഇനി നിങ്ങൾ കഴിഞ്ഞ 2 റൗണ്ടിലൊക്കെ നിങ്ങളുടെ അറിവുകൾ പ്രകടിപ്പിച്ചതാണ്. അച്ഛാ ഞങ്ങൾക്ക് ഓപ്ഷനൊന്നും വേണ്ട,
ഓപ്ഷനില്ലാതെ നിങ്ങൾ ഉത്തരം പറയും എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 20 മാർക്ക് ഞാൻ തരും. ചോദ്യം ചോദിച്ച പാടെ പറയുകയാണ്, ഓപ്ഷൻ വേണോ വേണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഓപ്ഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ 20 മാർക്ക്. ഇനി ഓപ്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ 4 ഓപ്ഷൻസ് തരും. അതിൽ ഒരെണ്ണം ശരിയായിരിക്കും, 15 മാർക്ക്. എന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ അച്ഛാ 50-50 ഓപ്ഷൻ ചോദിക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതിനകത്ത് നിന്ന് 2 തെറ്റായ ഓപ്ഷൻസ് ഞാൻ എടുത്തു കളയും, പിന്നെ 2 കാണുള്ളൂ. അങ്ങനെ ഉത്തരം പറയുകയാണെങ്കിൽ, അതിൽ നിന്ന് ഉത്തരം പറയുകയാണെങ്കിൽ 10 മാർക്ക്. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ ക്യൂസ് മാസ്റ്റർക്ക് മുഴുവൻ മാർക്കും. റെഡി? കിടക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് FCC ഭരണങ്ങാനത്തോളാണ്. 2018 സീറോ മലബാർ സഭ പ്രേക്ഷിത വാരമായി ആഘോഷിച്ചത് എപ്പോൾ? ജനുവരി 6 മുതൽ 12 വരെ. ഓപ്ഷനൊന്നും വേണ്ട, എന്നെ കൊണ്ട് ചോദിപ്പിക്കാൻ സമ്മതിക്കുക. ഉറപ്പാണോ? 2018 ജനുവരി 6 മുതൽ 12 വരെ. 15 മാർക്ക് കിട്ടുന്നതായിരുന്നു ഓപ്ഷനോടുകൂടി ആയിരുന്നെങ്കിൽ. ഒന്നും കൂടി ആലോചിക്കാം. ജനുവരി 6 മുതൽ 12 വരെ. ഉത്തരം ശരിയാണ്. 20 മാർക്ക് FCC ഭരണങ്ങാനത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ധൈര്യം കൊള്ളാം. ഈ ധൈര്യം ട്രോഫി വരെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ചോദ്യം വരുന്നത് SMS പാല. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ഷീണം നമുക്ക് തീർക്കണം. റെഡിയാണോ? ഓക്കെ. ചോദ്യം ഇതാണ്. മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാൻ കേരള വൊക്കേഷൻ സർവീസ് സെൻ്റർ സ്ഥാപിക്കുകയും ആദ്യ ഡയറക്ടർ ആയിരിക്കുകയും ചെയ്ത വൈദികൻ ആര്? ഒരിക്കൽ കൂടെ ഞാൻ ചോദ്യം ആവർത്തിക്കാൻ വേണമെങ്കിൽ, മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ ദൈവവിളി പ്രോത്സാഹിപ്പിക്കുവാൻ കേരള വൊക്കേഷൻ സർവീസ് സെൻ്റർ സ്ഥാപിക്കുകയും ആദ്യ ഡയറക്ടർ ആയിരിക്കുകയും ചെയ്ത വൈദികൻ ആര്? ഓപ്ഷൻ വേണോ? ഫാദർ ജോസഫ് നെറ്റിക്കാടൻ. ഫാദർ ജോസഫ് നെറ്റിക്കാടൻ. ഉറപ്പിച്ചു? റൗണ്ട് മനസ്സിലായിരുന്നല്ലോ. ഓക്കെ. ഫാദർ ജോസഫ് നെറ്റിക്കാട് ഉറപ്പിച്ചു? ഉത്തരം തെറ്റാണ്. മണ്ടത്തരം കാണിക്കണമായിരുന്നോ? ഓപ്ഷന് പോകത്തില്ലായിരുന്നോ? സംശയം ഉണ്ടായിരുന്നു? ഉറപ്പായിരുന്നോ? ഉത്തരം ശരിയാണെന്ന് ഉറപ്പുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. വെരി ഗുഡ്. നിർഭാഗ്യവശാൽ ഉത്തരം തെറ്റാണ്. ഫാദർ അബ്രാഹാം ഈറ്റയ്ക്കുകുന്നേൽ MST സമൂഹാംഗവും മിഷൻ ലീഗിൻ്റെ ആദ്യകാല പ്രവർത്തകനും അതോടൊപ്പം തന്നെ MST സമൂഹത്തിൻ്റെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളുമാണ്. ഭരണങ്ങാനത്തുള്ള കേരള വൊക്കേഷൻ ബ്യൂറോ സെൻറ്റർ. സാരമില്ല, ഇനിയും ഇഷ്ടം പോലെ മാർക്കുകൾ കോരിച്ചോരി തരുന്ന റൗണ്ടുകളുണ്ട്. കൊള്ളാം, ആ ചിരി തുടരട്ടെ. പക്ഷേ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, വേണേൽ ഓപ്ഷന് പോകാമായിരുന്നു. പക്ഷേ വിചാരിച്ചു അത് തന്നെ ആയിരിക്കുമെന്ന്. സാരമില്ല, ഇനിയും നമുക്ക് കിടക്കാം. അടുത്ത ചോദ്യം നിങ്ങളെന്തായാലും തീരുമാനിച്ചു. സംശയം ഉണ്ടെങ്കിൽ ഓപ്ഷൻ എടുക്കാൻ തീരുമാനിച്ചല്ലോ. വെരി ഗുഡ്. അടുത്ത ചോദ്യം വരുന്നത് DST പാലായോടാണ്. ആദ്യന്തസ് എന്ന ഡിഗ്രി പ്രസിദ്ധീകരിച്ച വർഷം, മാസം, ദിനം. ആദ്യന്തസ് എന്ന ഡിഗ്രി പ്രസിദ്ധീകരിച്ച വർഷം, മാസം, ദിനം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷന് പോകാം, സംശയമുണ്ടെങ്കിൽ ഓപ്ഷന് പോകാം. 4 ഓപ്ഷൻസ് ഞാൻ തരും. ഓപ്ഷൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 4 ഓപ്ഷൻ തരികയാണ്. ജനുവരി 7, 1965, നവംബർ 7, 1965, ഒക്ടോബർ 7, 1965, ഡിസംബർ 7, 1965. എല്ലാം 7. ജനുവരി 7, 1965, നവംബർ 7, 1965, ഒക്ടോബർ 1965, ഒക്ടോബർ 7, ഡിസംബർ 7, 1965. ഡിസംബർ 7, 1965. 50-50 ഓപ്ഷൻ ഉള്ളതാണ്. വേണമെങ്കിൽ പോകാം. ഡിസംബർ 7, 1965. ഉറപ്പിച്ചു? അയ്യോ, ഇല്ല. ഓപ്ഷൻ ഉറപ്പിച്ചു? ഇല്ല, ഉറപ്പിച്ചില്ല. എന്നാ 50-50 ഓപ്ഷൻ. 50-50 ഓപ്ഷൻ. സമയം തരാൻ പോവാണ്. കീറി മുറിക്കണ്ട, ഇത് ദൈവവചനമല്ലേ, ക്യൂസ് അല്ലേ. പറഞ്ഞോളൂ. 50-50 ഓപ്ഷൻ പോവുകയാണ്. ഞാൻ സമയം തരുന്നതുകൊണ്ട് 50-50 ഓപ്ഷനിലേക്ക് പോവുകയാണ്.
ഇതിൽ നിന്ന് 2 ഓപ്ഷൻസ് ഞാൻ എടുത്തു കളയുകയാണ്. 7th ജാനുവരി 1965 ഞാൻ എടുത്തു കളയുന്നു. 7th നവംബർ 1965 ഞാൻ എടുത്തു കളയുകയാണ്. ഒക്ടോബർ 7 1965 ഡിസംബർ 7 1965 നിലനിൽക്കുന്നു. ഇതിൽ ഏതോ ഒന്ന് ശരിയാണ്. ഒക്ടോബർ 7 1965. ഒക്ടോബർ 7 1965 സിസ്റ്റർ ഉറപ്പിക്കുകയാണ്. ഇനി വേറെ മാർഗമില്ല. ഉത്തരം തെറ്റാണ്. ഡിസംബർ 7 1965 ശരിയായ ഉത്തരം. ആദ്യം പറഞ്ഞ് പിന്നെ മാറ്റി പറഞ്ഞ് സാരമില്ല. ഇനിയും കിടക്കുകയാണ് റൗണ്ടുകൾ. നമുക്ക് ഇനിയും മാർക്ക് മേടിക്കാം. സാരമില്ല. സംശയത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി 50-50 ഓപ്ഷനോട് പോയതാണ്. സാരമില്ല, ഇവർക്ക് മാർക്കുകളൊന്നും ലഭിക്കുകയില്ല ഈ റൗണ്ടിൽ. മനസ്സിലായല്ലോ? ചാടിക്കേറി ഉത്തരം പറഞ്ഞു ഓപ്ഷൻ ഇല്ലാതെ അത് ഫോളോ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉള്ള മാർക്കൂടെ പോയി. അത് രണ്ടും മനസ്സിലാക്കിയതിന് ശേഷം ഓപ്ഷന് പോയി, അവസാനം അതും പോയി. ഇനിയിപ്പോൾ എന്നാ ചെയ്യും നമുക്ക് ചോദിക്കാം. യെസ്, 4ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം വരികയാണ്. സുവിശേഷവൽക്കരണം സഭയ്ക്ക് ലഭിച്ച കൃപയും വിളിയുമാണ്. ഏത് അപ്പസ്തോലിക പ്രബോധനമാണ് ഇപ്രകാരം പറയുന്നത്? വാക്യം എത്ര? ഏതാണെന്നും പറയണം. വാക്യം ഏതാണെന്നും പറയണം. ഇവാഞ്ചലി നുൻഷ്യന്തി. ഓപ്ഷനൊന്നും വേണ്ടേ? വേണ്ട. വേണ്ട, പോരട്ടെ. ഈ ട്രോഫിയിലോട്ട് നോക്കിയിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? 14. ഇവാഞ്ചലി ന്യൂഷാന്തി 14 എന്ന് പറയുകയാണ്. മനസ്സിൽ സന്തോഷം തോന്നില്ലേ? ഉറപ്പിച്ചു. ഇവാഞ്ചലി ന്യൂഷാന്തി 14 ഉറപ്പിച്ചു. ഉത്തരം ശരിയാണ്. 20 മാർക്ക് SH കാഞ്ഞിരപ്പള്ളിക്ക് ലഭിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഫൈനൽ എപ്പിസോഡിലെ 2ാമത്തെ റൗണ്ടും പൂർത്തിയാവുകയാണ്. നമുക്ക് ഇവരുടെ ഫൈനൽ സ്കോർ എത്രയാണ് എന്നറിയാം. തീർച്ചയായിട്ടും ഇതിനേക്കാൾ വാശിയേറിയ റൗണ്ടുകൾ വരുന്നുണ്ട്. അറിവിനേക്കാൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയം വെച്ച് റിസ്ക് എടുക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മാർക്കുകൾ പുറകോട്ടുള്ളവർ ധൈര്യമായിട്ടിരിക്കാം. നമുക്ക് മാർക്കിലേക്ക് കടക്കാം. ഫൈനൽ എപ്പിസോഡിലെ ട്രോഫിയിലേക്കുള്ള അവസാനത്തെ സ്റ്റെപ്പിലെ 2ാമത്തെ റൗണ്ടും പൂർത്തിയായിരിക്കുകയാണ്. എത്ര മാർക്കുകൾ നമ്മുടെ ഈ മത്സരാർത്ഥികളുടെ അക്കൗണ്ടിലുണ്ട് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. SH കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞ 2 റൗണ്ടുകളിലായി 30 മാർക്കുകൾ നേടിയിരിക്കുകയാണ്. അടുത്തതായി FCC ഭരണങ്ങാനം, അവർക്കും 30 പോയിന്റുകളുണ്ട് അവരുടെ അക്കൗണ്ടിൽ. SMS പാല 5, DST പാല 10. ഇതാ വളരെയേറെ ആവേശവും ഇൻട്രസ്റ്റും മാർക്കുമുള്ള റൗണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഡീൽ ഓർ നോ ഡീൽ. എൻ്റെ അടുത്ത് 3 ചോദ്യങ്ങളുണ്ട്. 10 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 20 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, 30 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. 10 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണ്. കാണിക്കാം നിങ്ങൾക്ക് ഞാൻ പറയാം. നിങ്ങൾക്ക് 10 മാർക്ക് മാത്രം മതിയെങ്കിൽ ഡീല് പറയാം, അതിന് ഉത്തരം പറയുക, നമുക്ക് ആ റൗണ്ട് അവിടെ അവസാനിപ്പിക്കാം. അല്ല, നോ ഡീലാണ് പറയുന്നത് അച്ഛാ ഞങ്ങൾക്ക് 20 മാർക്ക് വേണമെന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ 20 മാർക്കിന് ചോദ്യം നിങ്ങൾക്ക് തരും. ഇതാ എൻ്റെ 20 മാർക്കിന് ചോദ്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് 20 മാർക്ക് കൊണ്ടൊക്കെ സംതൃപ്തിപ്പെടാനാണ് താല്പര്യമെങ്കിൽ ഡീല് പറയുക, ഉത്തരം പറയുക, 20 മാർക്ക് മേടിക്കുക, റൗണ്ട് അവസാനിപ്പിക്കാം. ഇനി അതുമല്ല ഞങ്ങൾക്ക് 30 മാർക്ക് മതി എന്ന് പറയുകയാണെങ്കിൽ 10 വേണ്ട, 20 വേണ്ട, 30 ആണെങ്കിൽ ഞാൻ 30 മാർക്കിന് ചോദ്യം തരുന്നു. നിങ്ങളതിൻ്റെ ഉത്തരം പറയുന്നു, നിങ്ങൾ മാർക്ക് മേടിക്കുന്നു. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ക്യൂസ് മാസ്റ്റർക്ക് 10, 20, 30 മൊത്തം 60 മാർക്ക് എനിക്ക്. റെഡി? ഓക്കെ, നമുക്ക് റൗണ്ടുകളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം വരാൻ പോകുന്നത് SMS പാല. ഇപ്പം എന്താ മനസ്സിൽ തോന്നുന്നേ? 10 പറയോ, 20 പറയോ, 30 പറയോ?
എന്തായിരിക്കും? ചോദ്യം വരട്ടെ എന്നിട്ട് തീരുമാനിക്കുന്നത് അല്ലേ? യെസ്, 10 മാർക്കിൻ്റെ ചോദ്യം. മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായ അത്ഭുതം. 2 എണ്ണമുണ്ട്, ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. 10 മാർക്ക് വേണോ അതോ അതിൽ കൂടുതൽ മാർക്ക് വേണോ? ഡീൽ ഓർ നോ ഡീൽ? നിങ്ങളുടെ സമയം 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും പറയണം. ഡീൽ, നോ ഡീൽ, എന്നിട്ട് ഉത്തരം പറയുക. നോടി. നോ ഡീൽ. 10 മാർക്കൊന്നും വേണ്ട, എനിക്ക് 20 മാർക്ക് വേണമെന്നാണ് അല്ലേ? ഇതാ അടുത്ത ചോദ്യം. റെഡിയാണല്ലോ? യെസ്. സീറോ മലബാർ സഭയിലെ സീറോ എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? 20 മാർക്കിന് ചോദ്യമാണ്. ഇതാ എൻ്റെ അടുത്ത് 30 മാർക്ക് ഇരിപ്പുണ്ട്. ചടുത്രം പറയണമെന്നില്ല. 30 മാർക്കുണ്ട്. ഡീലോ നോ ഡീൽ? ചിലപ്പോൾ അതിനേക്കാൾ എളുപ്പമായിരിക്കും. ആദ്യത്തെ വർഷമായിരുന്നു, അതിനേക്കാൾ ഇച്ചിരി എളുപ്പമായി. ഇതാ മൂന്നാമത്തെ, ഇതിനേക്കാൾ എളുപ്പമാകാൻ സാധ്യതയുണ്ട്. കൺഫ്യൂഷനായി. ഡീൽ. ഡീൽ. 30 മാർക്കിന് ചോദ്യം വേണ്ട? വേണ്ട. എന്നാൽ പറഞ്ഞു. നൂറ്റാണ്ടുകളായി സുറിയാനി ഭാഷ ഉപയോഗിച്ചതിനെ സൂചിപ്പിക്കുന്നു സീറോ എന്ന വാക്ക്. 30 പോയാൽ പോരായിരുന്നോ? 30 പോയാൽ പോരായിരുന്നോ? ഒന്നുകൂടെ പറഞ്ഞു ഉത്തരം. ഒന്നുകൂടെ പറഞ്ഞേ. പറഞ്ഞു. എന്തായാലും പറഞ്ഞു, ഇനി മാറ്റി പറയത്തില്ല. നൂറ്റാണ്ടുകളായി സുറിയാനി ഭാഷ ഉപയോഗിച്ചത് കൊണ്ട് അതിന് സീറോ എന്ന്. ഉറപ്പിച്ച് പറ, ധൈര്യം. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ സുറിയാനി ഭാഷ ഉപയോഗിച്ചത്, നൂറ്റാണ്ടുകൾ നമ്മൾ സുറിയാനി ഭാഷ ഉപയോഗിച്ചത് കൊണ്ടാണ് സീറോ മലബാർ സഭയ്ക്ക് സീറോ എന്ന്. ഉത്തരം ശരിയാണ്. 20 മാർക്ക് ലഭിക്കുകയാണ്. 20 മാർക്ക് ലഭിക്കുകയാണ്. ഇനി 30 മാർക്ക് ചോദ്യം വെറുതെ ഒന്ന് പറയട്ടെ. ഇനി അഥവാ ലക്കുണ്ടായിരുന്നു നോക്കാലോ. കരുണയുടെ വർഷം തുടങ്ങിയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച അപ്പസ്തോലിക പ്രബോധനവും കരുണയുടെ വർഷാവസാനം പുറപ്പെടുവിച്ച അപ്പസ്തോലിക ലേഖനവും എന്തല്ല? 30 മാർക്ക് കിട്ടുമായിരുന്നല്ലേ? കിട്ടുമായിരുന്നു. സാരമില്ല, ഞാൻ എൻ്റെ പോക്കറ്റിൽ തന്നെ വെച്ചോളാം. ഒന്നാമത് ചോദ്യത്തിന് ഉത്തരം അറിയാമായിരുന്നോ? അതറിയത്തുമില്ലായിരുന്നു. വെരി ഗുഡ്. അപ്പോൾ സാരമില്ല, ഇനിയുമുണ്ട് നമുക്ക് റൗണ്ടുകൾ. മനസ്സിലായല്ലോ? ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: മദർ തെരേസയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിൽ നിർണായകമായ അത്ഭുതം ഏതൊക്കെയാണെന്നുള്ളത്. ബംഗാളി സ്ത്രീയായ മോനിക്ക ബേഴ്സായുടെ ട്യൂമർ സൗഖ്യപ്പെട്ടത്, അല്ലെങ്കിൽ രണ്ടാമത്തെ അത്ഭുതം വന്നത് ബ്രസീലിയൻ ആയിരുന്ന മാർസിലിയോ ആൻഡ്രിയോയുടെ ക്യാൻസർ സൗഖ്യപ്പെട്ടത്. ഇത് രണ്ടുമാണ് ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് DST പാലായിലേക്ക്. ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് എന്നാ തോന്നുന്നേ? ചോദ്യം ചോദിക്കണം. എത്രയും പെട്ടെന്ന് തീരുമാനമാക്കിയിട്ട് പോകണം അല്ലേ? എന്നാൽ ഒന്നാമത് ചോദ്യം ഇരിക്കട്ടെ, 10 മാർക്കിൻ്റെ. ഇന്ത്യയിൽ റോമൻ കത്തോലിക്ക സഭയ്ക്ക് 3 റീത്തുകളും ചേർന്ന് എത്ര രൂപതകളുണ്ട്? 10 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡീൽ ഓർ നോ ഡീൽ പറയാം. 20 മാർക്കിൻ്റെ ചോദ്യം എൻ്റെ അടുത്തുണ്ട്, 30 മാർക്കിൻ്റെ ചോദ്യം എൻ്റെ അടുത്തുണ്ട്. ഇരുപത് സെക്കൻഡ് സമയത്തിനുള്ളിൽ എന്തെങ്കിലും പറയണം. നോ ഡീൽ. മൈക്കൂടെ പറ. നോ ഡീലാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാർക്ക് കൊണ്ടൊന്നും തൃപ്തിപ്പെടുകയല്ല അല്ലേ? ഞങ്ങൾക്ക് ഇനിയും വേണം. എന്നാൽ ഞാൻ 20 മാർക്കിന് ചോദ്യം പറയട്ടെ. യെസ്. സുവിശേഷത്തിനുള്ള കളമൊരുക്കലായും വചനത്തിൻ്റെ അസംഖ്യം ബീജങ്ങൾ കൊണ്ട് നിറഞ്ഞതായും പ്രാരംഭ സുവിശേഷ പ്രഘോഷണത്തെ വിശേഷിപ്പിച്ചത് ആര്? ഞാൻ ചോദ്യം ആവർത്തിക്കണോ? സുവിശേഷത്തിനുള്ള കളമൊരുക്കലായും വചനത്തിൻ്റെ അസംഖ്യം ബീജങ്ങൾ കൊണ്ട് നിറഞ്ഞതായും പ്രാരംഭ സുവിശേഷ പ്രഘോഷണത്തെ വിശേഷിപ്പിച്ചത് ആര്? 20 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതാ എൻ്റെ അടുത്ത് 30 മാർക്കിൻ്റെ ചോദ്യവുമുണ്ട്. 30 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. നേരത്തെ ടീമിനെ പറ്റിയത് മനസ്സിലായതാണ്, അറിയാമായിരുന്ന ചോദ്യമായിരുന്നു. ഡീൽ ഓർ നോ ഡീൽ? ഡീൽ. 30 മാർക്ക് വേണ്ട. ഓക്കെ, എന്നാൽ പോരട്ടെ, ഉത്തരം പോരട്ടെ. എവ്സേബിയൂസ്, സെസറിയയിലെ എവ്സേബിയൂസ്. ഉറപ്പിച്ചു. മിക്കവാറും ഞാൻ മാർക്കും കൊണ്ട് പോവും. 30 മാർക്കിൻ്റെ പോയാൽ പോരായിരുന്നോ? തെറ്റ് പറഞ്ഞു. 10 മാർക്കിൻ്റെ അറിയാമായിരുന്നോ? 10 മാർക്കിൻ്റെ ചോദ്യം അറിയാമായിരുന്നോ? 20 മാർക്കിന് അതിനേക്കാൾ ഷുവറായിരുന്നു. SABs ഉറപ്പിച്ചു. മുമ്പത്തെ പോലെ മാറ്റി പറയാൻ പ്ലാനില്ല. ഉത്തരം ശരിയാണ്. 20 മാർക്ക് DST പാലായിക്ക് ലഭിച്ചിരിക്കുകയാണ്.
നേരത്തെ പറ്റിച്ചവരെ പറ്റിക്കാൻ നോക്കണമെന്നല്ലേ മനസ്സിൽ പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം ഞാൻ വെറുതെ ചോദിക്കാം, ഇത്ര അറിയാവുന്ന നോക്കാലോ. ലൂക്കായുടെ സുവിശേഷത്തെ ജെറുസലേമിലേക്ക് ശിഷ്യന്മാരോടൊത്തുള്ള ഈശോയുടെ യാത്രയായി വിശേഷിപ്പിച്ചിരിക്കുന്നു. ആ യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതുമായ ബൈബിൾ ഭാഗം അധ്യായം സഹിതം പറയുക. 9:51 മൈക്കോട് പറഞ്ഞേ കേൾക്കട്ടെ. 9:51 തൊട്ട് 22:31 വരെ. രക്ഷപ്പെട്ടു. 20 തന്നെ എടുത്ത് നന്നായി. 9:51 ശരിയാണ്. രണ്ടാമത് പറഞ്ഞത് 19:28. എന്തായാലും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. 20 മാർക്ക് കൊണ്ട് DST പാല അവളുടെ അക്കൗണ്ടിലേക്ക് ചേർത്തിരിക്കുകയാണ്. ഇനിയുമുണ്ട് അവസരങ്ങൾ, നമുക്ക് നോക്കാം. അടുത്തത് SH കാഞ്ഞിരപ്പള്ളി. എത്രയായിരിക്കും എടുക്കാൻ പോകുന്നത്? ചോദിച്ചിട്ടേ ഉള്ളൂ. ഇതിലൊന്നും ഞങ്ങൾ വീഴുവല്ല. 10 മാർക്കിൻ്റെ ചോദ്യം. ഭാരതം ആദ്യമായി സന്ദർശിച്ച മാർപ്പാപ്പ. ഡീൽ ഓർ നോ ഡീൽ? 20 മാർക്കിന് ചോദ്യമുണ്ട്, 30 മാർക്കിന് ചോദ്യമുണ്ട് എൻ്റെ അടുത്ത്. ഇവർക്ക് കിട്ടിയ മാർക്ക് അറിയാവോ? അറിയണ്ട. നോ ഡീലാണ്. 10-1 അല്ലേ? ഞങ്ങൾക്ക് അതിനേക്കാളും വേണം. എന്നാൽ 20 ചോദിക്കണേ. ഓക്കെ. മദർ തെരേസായിക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം എപ്രകാരമാണ് ഈ അംഗീകാരം നൽകിയത്? 20 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡീൽ ഓർ നോ ഡീൽ? എൻ്റെ അടുത്ത് 30 മാർക്കിൻ്റെ ചോദ്യമുണ്ട്. ഇതിനേക്കാൾ എളുപ്പമുള്ളതായിരിക്കാം, ഇതിനേക്കാൾ വിഷമമുള്ളതായിരിക്കാം. കൺഫ്യൂഷൻ. ഡീൽ. ഇതിലുത്തരം പറയാൻ പോവാണ്. നിങ്ങൾക്കൊന്ന് 30 മാർക്ക് വേണ്ടേ? എൻ്റെ പോക്കറ്റ് നിറഞ്ഞ് മാർക്ക് കൊണ്ട്. ഡീല്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ. ഇന്ത്യ. എന്തോ? ഇന്ത്യ. കേട്ടില്ല. ഇന്ത്യ. ഇന്ത്യ. ഓക്കെ, പുതിയ അറിവാ. എങ്ങനെയാണ്? ആദ്യമായിട്ട് ഭാരത് ശിരോമണി അവാർഡ് കിട്ടിയതും. ഏത് അവാർഡാ? ഭാരത് ശിരോമണി അവാർഡ്. കേട്ടില്ല. ഉച്ചത്തിൽ പറഞ്ഞേ. ഭാരത് അവാർഡ്. കേട്ടില്ല. ഭാരത് അവാർഡ്. ഭാരത് 30 പോയാ പോരായിരുന്നോ? സാരമില്ല. ഇന്ത്യ ഉത്തരം ശരിയാണ്. പകുതി ഉത്തരം ശരിയായതുകൊണ്ട് 20ൻ്റെ പകുതി 10 മാർക്ക് ഞാൻ തരാം. പത്മശ്രീ അവാർഡ് നൽകിക്കൊണ്ടാണ് ബഹുമതിയിലൂടെയാണ് ഇന്ത്യ മദർ തെരേസയെ ബഹുമാനിച്ചത്. ആദ്യമായി ബഹുമാനിച്ചത് ഇന്ത്യ, നമ്മുടെ രാജ്യം തന്നെയാണ്. 10ൻ്റെ അറിയാമായിരുന്നോ? എന്തായിരുന്നു ഭാരതം സന്ദർശിച്ച ആദ്യത്തെ മാർപ്പാപ്പ? പോളാറാമൻ മാർപ്പാപ്പ. ഇനി 30 മാർക്ക് ചോദ്യം ഞാൻ ചോദിക്കണോ? വിഷമമുണ്ടാവുമോ? ചോദിക്കാം. നിങ്ങൾ ഈ കാണുന്നവ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടുന്ന സമയം വരുന്നു. വചനഭാഗം പറയുക. ഇനി അറിയാവാലും അറിയത്തില്ലെന്നേ പറയുള്ളൂ, അല്ലേ? അറിയാമെങ്കിലും അറിയത്തില്ലെന്നേ പറയുള്ളൂ. വചനഭാഗം അറിയാവോ? അറിയാമായിരുന്നോ? ഇല്ല, രക്ഷപ്പെട്ടു. അപ്പം 10 മാർക്ക് കൊണ്ടെങ്കിലും സംതൃപ്തിയായി. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യമാണ് അത്. അവസാനമായി FCC ഭരണജ്ഞാനം. ഇവിടെയെങ്കിലും 30 മാർക്ക് കൊണ്ട് പോകണം. എൻ്റെ പെട്ടി നിറഞ്ഞു മാർക്കുകൾ കൊണ്ട്. 30 എടുക്കുമല്ലേ? നേരിട്ട് 30 പോയാലോ? വേണ്ട, വളഞ്ഞ വഴി വേണ്ട. ഓക്കെ, എന്നാൽ ഒന്നാമത്തെ ചോദ്യം 10 മാർക്കിൻ്റെ ചോദ്യം. സീറോ മലബാർ സഭ സഭാദിനമായി ആചരിക്കുന്നത് എന്ന്? ഡീൽ ഓർ നോ ഡീൽ? 10 മാർക്കേ ഉള്ളൂ. നോ ഡീൽ. ഉറച്ചു തന്നെയാണ്, അല്ലേ? അറിയാവോ ഇതിൻ്റെ ഉത്തരം? അറിയാം, എന്നാലും വേണ്ടില്ല. എന്നാൽ രണ്ടാമത്തെ ചോദ്യം വരികയാണ്. ജഗദൽപൂർ രൂപത ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഡീൽ ഓർ നോ ഡീൽ? ഡീൽ. 30 വേണ്ടേ? ഒന്നുകൂടെ ആലോചിച്ചു. എന്നാ പറഞ്ഞു, ഉത്തരം പറഞ്ഞു. ഛത്തീസ്ഗഡ്. ചോദിച്ചത് ജഗദൽപൂരാ. ഉറപ്പാണോ? അവിടെ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ? ഇനി ഇത്ര ഉറപ്പോടെ പറഞ്ഞേ. മധ്യപ്രദേശ് വിഭജിച്ചതാ. ഉറപ്പ്? ഉത്തരം ശരിയാണ്. 20 മാർക്ക് FCC ഭരണജ്ഞാനത്തിന്. ഇനി 30 മാർക്ക് ചോദ്യം അറിയണ്ടേ?
അറിയണ്ടേ? വിഷമം കൊണ്ട് വീഴുവോ? എന്നാൽ മരുഭൂമിയിലെ പരീക്ഷ ലൂക്കാട് സുവിശേഷത്തിൻ്റെ ക്രമത്തിലേതെല്ലാം 1, 2, 3, 4 3 പരീക്ഷ പറയാൻ പറ്റുമോ? എന്ത് ചെയ്യാന്ന് പറ. സാരമില്ല. ഇതാണ് ഈ മത്സരത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ മത്സരത്തെ വ്യത്യസ്തമാക്കുന്നത്. സാരമില്ല, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ടല്ലോ എന്നുള്ളത്. നമുക്ക് അടുത്ത അവസരത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ 30 മാർക്ക് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമുക്കറിയാം. കല്ലിനോട് അപ്പമാകാൻ പറയുന്നുണ്ട്, ആരാധിക്കാൻ പറയുന്നുണ്ട്, പിശാചിനെ ആരാധിക്കാൻ പറയുന്നുണ്ട്, ദൈവപുത്രനാണെങ്കിൽ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറയുന്നുണ്ട്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. സാരമില്ല, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ഇതോടുകൂടി മൂന്നാമത്തെ റൗണ്ടും പൂർത്തിയായിരിക്കുകയാണ്. സാന്തോ മിഷൻ ക്വിസിൻ്റെ സമ്മാനമായ ക്യാഷ് പ്രൈസും ട്രോഫിയും നേടുവാനുള്ള പരിശ്രമത്തിൽ നമ്മൾ ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം 3 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ എല്ലാവർക്കും എത്ര മാർക്ക് വീതം ലഭിച്ചു എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം. മൂന്നാമത്തെ റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. തുടർന്ന് 3 റൗണ്ടുകൾ കൂടിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് അറിയുക, ടീമുകൾ എല്ലാവരുടെയും മാർക്ക് അറിയുക, ഈ ഇവിടെ ഇരിക്കുന്ന 3 ടീമുകളുടെ മാർക്ക് അറിയുക. അതിനുശേഷം ഉചിതമായ തീരുമാനങ്ങൾ അടുത്ത റൗണ്ടുകളിൽ എടുക്കുക. SH കാഞ്ഞിരപ്പള്ളി 40 പോയിന്റ്, FCC ഭരണങ്ങാനം 50 പോയിന്റ്, SMS പാല 25 പോയിന്റ്, DST പാല 30 പോയിന്റ്. അധികം വ്യത്യാസങ്ങളൊന്നുമില്ല. എപ്പം വേണേലും എങ്ങോട്ട് വേണേലും മാറാം. ട്രോഫി ആര് ആദ്യം തൊടുമെന്ന് നമുക്ക് നോക്കാം. അടുത്ത റൗണ്ടിലേക്ക് നമുക്ക് കടക്കാം. സെലക്ട് യുവർ മാർക്ക് റൗണ്ടാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏത് ക്യൂസ് മാസ്റ്റർ നിങ്ങൾക്ക് തരുന്ന അവസരം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് എടുക്കാൻ പറയുകയാണ്. 10 മാർക്കുണ്ട്, 20 മാർക്കുണ്ട്, 30 മാർക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് സെലക്ട് ചെയ്യാം. അതിന് ഇവിടെ എൻ്റെ അടുത്ത് 3 മാർക്കുകൾ ഇവിടെ കൃത്യമായിട്ടുണ്ട്. 10, 20, 30. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് സെലക്ട് ചെയ്യാം. അതിൻ്റെ പുറകിലുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കും. ശരിയായ ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത മാർക്ക് ഫുള്ളായിട്ട് തരും. തെറ്റ് പറഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അതിൻ്റെ പകുതി മാർക്ക് ഞാൻ തിരിച്ചും കൊടുക്കും. മൈനസ്. മനസ്സിലായോ? സെലക്ട് യുവർ മാർക്ക് റൗണ്ട്. 3 മാർക്കുകൾ എൻ്റെ അടുത്തുണ്ട്. 10 മാർക്കുണ്ട്, 20 മാർക്കുണ്ട്, 30 മാർക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർക്ക് സെലക്ട് ചെയ്യാം. ആ മാർക്കിന് പുറകിലുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത മാർക്ക് മുഴുവനും നിങ്ങൾക്ക് തരും. അക്കൗണ്ടിൽ നിങ്ങൾക്ക് നിറച്ച് മാർക്കുണ്ടാവും. ഇല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ, നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പകുതി മാർക്ക് ഞാൻ തിരിച്ചിങ്ങെടുക്കും. ഓക്കെ, ആദ്യത്തെ ചോദ്യം DST പാലായോടാണ്. ഇതാ നിങ്ങൾക്കുള്ള 3 മാർക്കുകൾ. 30, 10, 20. ഏത് വേണം? മൈക്കിൽ കൂടെ പറ. 20. എപ്പോഴും 20 മതിയോ? മുമ്പ് നിന്നപ്പോഴും 20. 10 വേണ്ട, 30 വേണ്ട. അക്കൗണ്ടിൽ ഇപ്പോൾ എത്രയുണ്ട്? പകുതി എനിക്ക് തരാനുണ്ടോ? ഇതാ ഞാൻ കടന്നിട്ട് വരുമോ? കുറവാ, അതുകൊണ്ടാണ്. എനിക്ക് തരാനുണ്ടാവുമോ? 10 മാർക്ക് ഉണ്ടാവുമോ? ഉണ്ട്. അപ്പോൾ 20 മാർക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 20 മാർക്കിനുള്ള ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ആരോട് പറഞ്ഞു? സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. 10 മാർക്കിൻ്റെ ചെക്ക് എഴുതി വെച്ചോ ആദ്യം, എനിക്ക് തരാനുള്ള. യേശു ശിഷ്യന്മാരോട്. യേശു ശിഷ്യന്മാരോട്. ഏത് ശിഷ്യന്മാരോട്? 70 തിരിച്ചു വന്ന, ഉറപ്പിച്ച് പറഞ്ഞോളൂ. 70 പേര് തിരിച്ചു വന്ന ശിഷ്യന്മാരോട്. 70. അവസാനത്തെ കേൾക്കുന്നില്ല.
യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അത് മനസ്സിലായി. കുറേ അപ്പോസ്തലന്മാരോടല്ല, ശിഷ്യന്മാരുണ്ടായിരുന്നു. ശിഷ്യന്മാരോട്. എന്തോ ശിഷ്യന്മാരോട് പറഞ്ഞു. അത്രയും. അത് കുറേ ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാരുണ്ടായിരുന്നു, 72 പേരുണ്ടായിരുന്നു, 70 പേരുണ്ടായിരുന്നു. 72 ശിഷ്യന്മാരോട്. ആണ്ടെ, എന്തൊരു കൺഫ്യൂഷൻ അല്ലേ. ഏതായാലും ഒന്ന് ഉറപ്പിക്കുക. യേശു 72 ശിഷ്യന്മാരോട് പറഞ്ഞു. ഉറപ്പിച്ചു. ഓക്കെ, ഉത്തരം ശരിയാണ്. ശരിയാണെന്ന് പറഞ്ഞേക്കോ അവര് തന്നെ. ഉത്തരം ശരിയാണ്. 20 മാർക്ക് DST പാലായിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഒരിക്കലേ പറ്റിക്കാൻ പറ്റുള്ളൂ സിസ്റ്റർ എന്നോട് പറയുകയാണ്. പക്ഷേ എന്നാലും ഞാൻ ശ്രമിച്ചു. പല കൺഫ്യൂഷനോടെ കടന്നു വന്നിട്ടാണ് അവസാനം 72 ഉറപ്പിച്ചത്. 72 ശിഷ്യന്മാർ തിരിച്ചു വന്ന് പിശാചുക്കളെ പുറത്താക്കിയ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ യേശുനാഥൻ പറഞ്ഞ തിരുവചനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. കൺഗ്രാജുലേഷൻസ്. 30 ആയിരുന്നെങ്കിൽ ഇച്ചിരൂടെയൊക്കെ നോക്കാമായിരുന്നു. തിരിച്ചു തരാനില്ലാത്തതുകൊണ്ട് റിസ്ക് എടുത്തില്ല. കൊള്ളാം. അടുത്തത് SH കാഞ്ഞിരപ്പള്ളിയോടാണ്. ഇതാ എൻ്റെ അടുത്ത് 10 മാർക്കുണ്ട്, 20 മാർക്കുണ്ട്, 30 മാർക്കുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പെട്ടെന്ന് പോരട്ടെ. 20. എത്രയാ? 20. 20 മാർക്കിൻ്റെ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അക്കൗണ്ടിലുണ്ടല്ലോ എനിക്ക് തരാനുള്ളത്. വെരി ഗുഡ്. ലൂക്കാ സുവിശേഷകൻ യേശുവിൻ്റെ ബാല്യകാല വിവരണത്തിൽ നൽകുന്ന കീർത്തനങ്ങൾ ഏതെല്ലാം? സക്രിയയുടെ കീർത്തനം, മറിയത്തിൻ്റെ സ്തോത്രഗീതം, ഓക്കെ മാലാഖമാരുടെ കീർത്തനം, ഓക്കെ. ഇടയന്മാരുടെ കീർത്തനം. ആരുടെയാ? എൻ്റെ കീർത്തനം, സിസ്റ്ററിൻ്റെ കീർത്തനം. ഇപ്പം എത്രണ്ണം പറഞ്ഞു? മാലാഖമാരുടെ കീർത്തനം, സക്രിയയുടെ കീർത്തനം പറഞ്ഞു, മറിയത്തിൻ്റെ സ്തോത്രഗീതം പറഞ്ഞു, സ്തോത്രഗീതം പറഞ്ഞു. എത്രണ്ണം ഉണ്ട് മൊത്തത്തിൽ? മാലാഖമാരുടെ കീർത്തനം. മാലാഖമാരുടെ കീർത്തനം പറഞ്ഞാ? പെട്ടെന്ന് പോകണം. നമുക്കിതാ ഇവരിങ്ങനെ കാത്തിരിക്കണം അവിടെ മാർക്ക് മേടിക്കാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ. 3 ഉള്ളൂ. 3 എന്തോ 3 അവർ പറഞ്ഞത്. 20 മാർക്കിൻ്റെ ചോദ്യം. മൊത്തം 5 കീർത്തനങ്ങളാണ് ലൂക്കായുടെ സുവിശേഷകൻ്റെ പറയുന്നതനുസരിച്ച് 5 കീർത്തനങ്ങളാണുള്ളത്. എലിസബത്തിൻ്റെ സങ്കീർത്തനം പറഞ്ഞായിരുന്നോ? ഇല്ല. ശിമയോൻ്റെ സങ്കീർത്തനം. ഇടയന്മാർ കീർത്തനം പാടിയതായിട്ട് ലൂക്കാ സുവിശേഷകൻ പറഞ്ഞിട്ടില്ല. നമുക്കിനി അന്വേഷിക്കാം അവർ വല്ലതും പാടിയായിരുന്നോ എന്ന്. ഇവിടെ 3 ശരിയായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എത്ര മാർക്ക് വേണം? പകുതി മാർക്ക് തരും, മൈനസ് ഞാൻ എടുക്കുന്നുമില്ല. ക്വിസ് മാസ്റ്ററുടെ അധികാരം ഉപയോഗിച്ച് 3 പറഞ്ഞതുകൊണ്ട് പകുതി മാർക്ക് തരുള്ളൂ. 10 മാർക്ക് ഈ ടൈമിൽ ലഭിച്ചിരിക്കുകയാണ്. എനിക്ക് മൈനസ് വേണ്ട 3 പറഞ്ഞതുകൊണ്ട്. ട്രോഫി കിട്ടുമ്പോൾ പകുതി എനിക്ക് തന്നാൽ മതി, കാല്. അടുത്ത ചോദ്യം വരുന്നത് FCC ഭരണജ്ഞാനത്തോടാണ്. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ തയ്യാറായിരിക്കുന്ന 3 മാർക്കുകൾ 30, 20, 10. 20. നേരത്തെ പറയുന്നത് ഞാൻ 30 കൊണ്ടുവരായിരുന്നല്ലോ. 20 മാർക്കിൻ്റെ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എന്തിനെക്കുറിച്ചുള്ള ഉത്തരം പറയാൻ പോകണം. ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എന്തിനെക്കുറിച്ചുള്ള പരാമർശത്തോടെയാണ്? ദേവാലയത്തെക്കുറിച്ചുള്ള പരാമർശത്തോടെ. ലൂക്കായുടെ സുവിശേഷം ഞാൻ ചോദിച്ചത്. ഉറപ്പാണ്? ദേവാലയത്തെക്കുറിച്ചുള്ള ഉത്തരം ശരിയാണ്. 20 മാർക്ക് FCC ഭരണജ്ഞാനത്തിന് ലഭിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും തരുമല്ല നിങ്ങൾ. പക്ഷെ എൻ്റെ അടുത്ത് 30, 10 ഇരിപ്പുണ്ട്. 40 മാർക്ക് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. കൺഗ്രാജുലേഷൻസ്. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയം ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരം ശരിയാണ്. 20 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യം SMS പാലായോട്. ഞാനെന്താ പറയാൻ പോകുന്നേ? 20. സന്ദർഭം വ്യക്തമാക്കുക. കുറുനരികൾക്ക് മാളവും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ഒരുവൻ വന്ന് യേശുവിനോട് പറയും, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും.
ഓക്കെ അപ്പോൾ യേശു പറയുന്ന വചനമാണ്, കുറുനരികൾക്കും മാളങ്ങളും. ഓക്കെ, അങ്ങനെയാണ് 20 മാർക്ക് വീണ്ടും നമ്മൾ നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ ഇവരാരും സമ്മതിക്കില്ലാത്തതുകൊണ്ട് 20 മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. ശിക്ഷണത്തിൻ്റെ ത്യാഗങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി ശിഷ്യൻ വന്ന് പറഞ്ഞപ്പോൾ മറുപടിയായി യേശുനാഥൻ പറഞ്ഞതാണ്, ചിരി വലിയ ചിരിയായി മാറിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. 20 മാർക്ക് SMS പാലായിക്ക് ഈ റൗണ്ടിൽ ലഭിച്ചിരിക്കുകയാണ്. 4 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഈ കലാശ പോരാട്ടത്തിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നും ഇനി എന്തൊക്കെയാണ് സാധ്യതകൾ എന്ന് ചിന്തിക്കാനും ആലോചിക്കാനും പുതിയ പ്ലാനുകളും പദ്ധതികളും ഉണ്ടാക്കാനുമുള്ള അവസരമാണ്. മാർക്കിലേക്ക് നമുക്ക് കടക്കാം. SH കാഞ്ഞിരപ്പള്ളി 50 മാർക്ക്, FCC ഭരണങ്ങാനം 70 മാർക്ക്, SMS പാല 45 മാർക്ക്, DST പാല 50 മാർക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ആര് ട്രോഫി കൊണ്ടുപോകുമെന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. അടുത്ത 2 റൗണ്ടുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീരുമാനിക്കാം, മനസ്സിലാക്കാം ആരാണ് ഈ ട്രോഫിയും ക്യാഷ് അവാർഡും നേടുന്നതെന്ന്. അടുത്ത റൗണ്ട് റാപ്പിഡ് റൗണ്ട്. (45 സെക്കൻഡ് സമയമുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഉത്തരം പറയാം, പാസ് അറിയത്തില്ലെങ്കിൽ പാസ് എന്ന് പറയാം. നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ മാത്രമേ ഞാൻ മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യുകയുള്ളൂ. 2 പാസ് അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ റൗണ്ടിൽ വേറെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. 2 പാസ് അടുപ്പിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ റൗണ്ടിൽ നിങ്ങൾക്ക് ചോദ്യമില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം SH കാഞ്ഞിരപ്പള്ളിയോടാണ്. നമുക്ക് ഇഞ്ചോടിഞ്ചോട് പോരാടണം. ഞാൻ ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ വെടിയുണ്ട പോലെ ഉത്തരങ്ങൾ തിരിച്ചു പറയുന്നു. ഞാൻ തെറ്റ് എന്ന് പറയുന്നു, ഞാൻ ശരി എന്ന് പറയുന്നു, മാർക്ക് പറയുന്നു. ഓക്കെ, റെഡി? റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വിശ്വസ്തത നിറഞ്ഞ ഒരു അനുയായിയെ മുന്നിൽ കണ്ട് വിശുദ്ധ പൗലോസ് ലൂക്കായെ തൻ്റെ അടുക്കലേക്ക് ക്ഷണിക്കുന്ന ബൈബിൾ ഭാഗം ഏത്? 2 തിമോഥെയോസ് 4:11. ലൂക്കാ സുവിശേഷകന്റെ പ്രതീകം കാള. ശരി. നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തതെന്തെന്ന് അറിയിക്കുക. യേശു പ്രകാരം ആരോട് പറഞ്ഞ്? പിശാചുബാധിതനായ. ഉത്തരം ശരിയാണ്, 5 മാർക്ക്. ആരായിരുന്നു ജായിറോസ്? സിംഹാധികാരി. ഉത്തരം ശരിയാണ്. പ്രേക്ഷിത കൽപ്പനയുടെ ശാശ്വത പ്രസക്തിയെപ്പറ്റി പ്രതിപാദിക്കുന്ന ചാക്രിക ലേഖനം ഏത്? റെഡംറ്റോറിസ് മിസ്സിയോ. ഉത്തരം ശരിയാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന രേഖയുടെ ലത്തീൻ നാമം? ആർജന്റിസ്. ഉത്തരം ശരിയാണ്. എമ്മാവൂസിലേക്ക് പോയ 2 പേരിൽ പേരെടുത്ത് പരാമർശിക്കുന്ന ഒരുവൻ ആര്? ക്ലയോഫസ്. ഉത്തരം ശരിയാണ്. അത്രയും ചോദിക്കാനേ സമയം അനുവദിക്കുന്നുള്ളൂ. എങ്കിലും ചോദിച്ചിടത്തോളം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. ഒരെണ്ണത്തിന് സാധിച്ചില്ല. എങ്കിലും കൺഗ്രാജുലേഷൻസ്. നമുക്ക് അടുത്ത ടീമിലേക്ക് പോകാം. FCC ഭരണജ്ഞാനം ഇപ്പം മുൻപിലാണ്. ഇനിയും മുമ്പിലാകണമെങ്കിൽ നമുക്ക് ഏറ്റുമുട്ടാം. റെഡി? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 2012 മിഷൻ വർഷമായി സീറോ മലബാർ സഭ ആചരിക്കാനുണ്ടായ സാഹചര്യം? പാസ്. അവൻ നിയമലംഘകരോട് കൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് ഏത് പഴയ നിയമ ഗ്രന്ഥത്തിലാണ്? യെശയ്യ. യെശയ്യ. ചാപ്റ്റർ പറയുന്നുണ്ടോ? ഓക്കെ, പകുതി മാർക്ക്. യെശയ്യ 53:12. ആരുടെ ഗണത്തിൽപ്പെട്ടവളായിരുന്നു സഖറിയയുടെ ഭാര്യയായ എലിസബത്ത്? അഹറോന്റെ. ഉത്തരം ശരിയാണ്. മനുഷ്യപുത്രൻ സാപത്തിന്റെയും കർത്താവാണ് ആര് ആരോട് പറഞ്ഞു? ഈശോ ഫരിസേയരോട് പറഞ്ഞു. ഉത്തരം ശരിയാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്? കാണാതെ പോയ ആടിന്റെ ഉപമ. ഉത്തരം തെറ്റാണ്. സക്കേവൂസിന്റെ ഭവനത്തിൽ വെച്ച്. പൗരസ്ത്യ പാരമ്പര്യമനുസരിച്ച് എന്താണ് ഭൂമിയിലെ സ്വർഗം? സഭ. ഉത്തരം ശരിയാണ്. ആഞ്ഞ് പരിശ്രമിച്ചു. ഒരെണ്ണം മാത്രം പാസ് പറഞ്ഞു. അത് 2012 മിഷൻ വർഷമായി സീറോ മലബാർ സഭ ആചരിക്കാനുള്ള സാഹചര്യമാണ്. അതിൻ്റെ ഉത്തരം ആദ്യ മിഷൻ രൂപതയായ ചാന്ത രൂപതയുടെ 50ാം വാർഷിക സ്ഥാപനത്തിൻ്റെ. എങ്കിലും പരിശ്രമിച്ചു.
നമുക്ക് അവസാന മാർക്ക് വരുമ്പോഴത്തേക്ക് അറിയാം എന്താണ് അവസരം, എന്താണ് സിറ്റുവേഷൻ എന്ന്. നമുക്ക് അടുത്ത ടീമിലേക്ക് കടക്കാം. റെഡിയാണല്ലോ അല്ലേ? എന്തിനും റെഡി ആയിട്ട് നമുക്ക് മനസ്സിലായിരുന്നു. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിയമവും പ്രവാചകന്മാരും ആരുവരെയായിരുന്നു? അതിനുശേഷം എന്ത് സംഭവിച്ചു? സ്നാപയോഹന്നാൻ വരെയായിരുന്നു. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിച്ചു? ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. ഓക്കെ, ഉത്തരം ശരിയാണ്. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പഴയ നിയമഭാഗം എവിടെ? യെശയ്യാ 86:3. ഉത്തരം ശരിയാണ്. ഹീബ്രു നാമമായ ലാസർ എന്ന പദത്തിന്റെ അർത്ഥം സഹായമാകുന്നു. ഓക്കെ, ഉത്തരം ശരിയാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ ഈശോ പ്രവർത്തിച്ചതായി രേഖപ്പെടുത്തിയ ആദ്യ അത്ഭുതം? പിശാചബാധനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം ശരിയാണ്. സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട മാനങ്ങൾ ഏവ? സ്നേഹം, സമാധാനം, നീതി. ഉത്തരം ശരിയാണ്. ഏത് രേഖയിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാധ്യമങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? കമ്മ്യൂണിയത്ത് പ്രോഗ്രസിയോ. കമ്മ്യൂണിയത്ത് പ്രോഗ്രസിയോ. ഉത്തരം തെറ്റാണ്. രക്ഷകന്റെ ദൗത്യം ആണ് ഉത്തരം. പരിശ്രമിച്ചു. വെരി ഗുഡ്. അടുത്തത് DST പാലായോടാണ്. അവരെന്തോ ശക്തമായി ആലോചിക്കുന്നുണ്ട്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരുടെ ശിഷ്യനാണ് വിശുദ്ധ ലൂക്ക? പൗലോസിന്റെ. ഉത്തരം ശരിയാണ്. വരുവാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവരെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ ആരെ പറഞ്ഞയച്ചു? യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ. വെരി ഗുഡ്, ഉത്തരം ശരിയാണ്. പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ലൂക്കാ സുവിശേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ആരാണവർ? പരിസേയർ. ഉത്തരം തെറ്റാണ്. സദുക്കായരിൽ ചിലരാണ്. ആദ്യമായി ക്രിസ്തുനാമത്തിൽ രക്തസാക്ഷ്യം വഹിച്ചത് ആര്? സെന്റ് സ്റ്റീഫൻ. ഉത്തരം ശരിയാണ്. ക്രിസ്തു പറഞ്ഞ ഏത് ഭൂമിയിലാണ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും എന്ന വാക്യം കാണപ്പെടുന്നത്? ധൂർത്തപുത്രന്റെ. ഉത്തരം ശരിയാണ്. തോമസ് ലീഹ കപ്പലിറങ്ങിയ കൊടുങ്ങല്ലൂർ ഏത് രൂപതയുടെ അതിർത്തിയിൽപ്പെട്ടതാണ്? ഇരിഞ്ഞാലക്കുട. ഉത്തരം ശരിയാണ്. വിശുദ്ധ പൗലോസ് പ്രിയങ്കരനായ അഭിഷേകനായി വിശുദ്ധ ലൂക്കായെ കണ്ടെത്തുന്ന ബൈബിൾ ഭാഗം? കൊളോസോസ് 4:14. ഉത്തരം ശരിയാണ്. കൊള്ളാം, നല്ല പരിശ്രമം. എല്ലാത്തിനും തന്നെ ഉത്തരം പറഞ്ഞു എന്ന് തോന്നുന്നു. ഇതോടുകൂടി ഈ ഫൈനൽ എപ്പിസോഡിലെ ട്രോഫിയിലേക്കുള്ള സ്റ്റെപ്പുകളിലെ ഒരു പടി കൂടി നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി അവശേഷിക്കുന്നത് ഒരേ ഒരു റൗണ്ട് മാത്രം, ലാസ്റ്റ് ലക്ക് റൗണ്ട്. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ മാർക്ക് എങ്ങനെയിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതുവരെയുള്ള 5 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ നമ്മുടെ അക്കൗണ്ടുകളിൽ എത്ര പോയിന്റ് ഉണ്ട് എന്നും അവസാനത്തെ റൗണ്ടിന് മുമ്പായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുവാനുള്ളൊരു അവസരവുമാണ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് പോയിന്റ് നിലയിലേക്ക് നോക്കാം. SH കാഞ്ഞിരപ്പള്ളി 80 പോയിന്റ്, FCC ഭരണങ്ങാനം 87.5, SMS പാല 70, DST പാല 80. ശക്തമായ പോരാട്ടം കാഴ്ചവെക്കേണ്ട ഒരു റൗണ്ടാണ് വരാൻ പോകുന്നത്. ലാസ്റ്റ് ലക്ക് റൗണ്ട്. സെമി ഫൈനൽ റൗണ്ടുകളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. ഫൈനൽ റൗണ്ടുകളിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തു നിന്ന് ഇഷ്ടമുള്ള ഒരു ചോദ്യം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് എനിക്ക് തരിക, ഞാൻ അത് നിങ്ങളോട് ചോദിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടിയ ചോദ്യമായിരിക്കാം, ചിലപ്പോൾ മറ്റു ടീമിന് ലഭിച്ച ചോദ്യമായിരിക്കാം. മറ്റു ടീമുകളോട് ചോദിച്ചപ്പോൾ നമ്മൾ സ്വപ്നം കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ അവരോട് ചോദിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ആദ്യം വരാൻ സാധിക്കുന്നത് FCC ഭരണജ്ഞാനത്തിനാണ്. നിങ്ങൾക്കിവിടെ വരാം, ഒരെണ്ണം സെലക്ട് ചെയ്യാം, എൻ്റെ അടുത്ത് തന്നതിന് ശേഷം തിരിച്ചു പോകാം. ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യുക, ചോദ്യം നോക്കാതെ എൻ്റെ അടുത്ത് തരണം. പ്രാർത്ഥിച്ചു, ഒരെണ്ണം സെലക്ട് ചെയ്ത് കണ്ണടച്ചു. പണ്ട് സ്കൂളിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ കറക്കിക്കുത്തുന്ന പരിപാടിയിലായിരുന്നു, അതുപോലെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പോയിരിക്കാം, ഞാൻ ചോദിക്കാം. ഈ റൗണ്ടിൽ ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. 20 മാർക്ക്. ഉത്തരം കിട്ടിയില്ലെങ്കിൽ കൂട്ടുകാരെ പറഞ്ഞാൽ മതി, എന്നോട് പറയട്ടെ കേട്ടോ. സിസ്റ്ററാണ് ചോദ്യം എടുത്തത്. സുവിശേഷവൽക്കരണം സഭയ്ക്ക് ലഭിച്ച കൃപയും വിളിയുമാണ്. ഏത് അപ്പസ്തോലിക പ്രബോധനമാണ് ഇപ്രകാരം പറയുന്നത്? വാക്യം എത്ര?
ഇവാഞ്ചലി നൂർശാന്തി 14. ഇവാഞ്ചലി നിമിഷാന്തി 14. ആവേശമാണോ? അല്ല, ഉറപ്പാണ്. സിസ്റ്റർ ഉറപ്പ് പറയുന്നു. ഉത്തരം ശരിയാണ്. 20 മാർക്ക് FCC ഭരണങ്ങാനത്തിൽ ലഭിച്ചിരിക്കുകയാണ്. 50-50 റൗണ്ടിൽ സിസ്റ്ററിനോട് ചോദിച്ച ഈ കാഞ്ഞിരപ്പള്ളി SH കാഞ്ഞിരപ്പള്ളിയോട് ചോദിച്ച ചോദ്യമാണ്. കൊള്ളാം. അതോടുകൂടി അവർ 20 മാർക്ക് നേടിയിരിക്കുകയാണ്. അടുത്തത് SMS പാലായിക്കുള്ള ലാസ്റ്റ് ലക്ക് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ചോദ്യം നോക്കിയേക്കരുത്. ഇപ്പം ആരെയാ മനസ്സിലോർത്തെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ കാണാൻ നോക്കാം. യോസേപ്പ് പിതാവ്, മാതാവ്, ഈശോയെ, അൽഫോൻസാമ. ആരെയും ഓർത്തില്ല. ആരെയും ഓർത്തില്ലേ? വെരി ഗുഡ്. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ? ഈ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കും, തീരുമാനം ഉറപ്പാവും. യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏത് ബൈബിൾ ഭാഗത്താണ് കാണുവാൻ സാധിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇപ്പം ആരെയും ഓർത്തേ? ഈശോയെ ഓർത്തു. കാരണം ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്നേരം ഓർത്തിലായാലും ഓർക്കും എന്നുള്ളത് പറഞ്ഞത്. ഉത്തരം ശരിയാണ്. 20 മാർക്ക് ഹേരി സിസ്റ്റേഴ്സിന് പാലാ പ്രൊവിൻസ് ടീമിന് ലഭിച്ചിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. അടുത്തത് DST പാലാ. ഡോക്ടർ സെലിൻ തന്നെയാണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ്. എല്ലാം ലാസ്റ്റിനോടാണല്ലോ താല്പര്യം കൂടുതൽ. ലാസ്റ്റ് സിസ്റ്റർ പറഞ്ഞെടുത്തതാണ്. ഉത്തരം പറഞ്ഞെങ്കിൽ അൽഫോൻസ സിസ്റ്ററിനെ വഴക്ക് പറഞ്ഞാൽ മതി, എന്നെ പറയരുത് കേട്ടോ. ഇന്ത്യയിൽ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വോട്ടവകാശമുള്ള എത്ര കാർഡിനൽസ്? 3. ആണോ? ഉറപ്പാണോ? അതെ. അൽഫോൻസ് സിസ്റ്റർ പറയും, ഇനി കൂടുതലൊന്നും പറയണ്ട, മൈക്ക് താതി വെച്ചേക്കുക. ഇനി കൂടുതലൊന്നും പറയണ്ട, മൈക്കോടെ വെച്ചേക്കാൻ. നേരത്തെ കൂടുതൽ പറഞ്ഞതുകൊണ്ടാണോ? ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. 20 മാർക്ക് ലഭിച്ചിരിക്കുകയാണ് DST പാലായ്ക്ക്. ഇത് ആരൊക്കെയാണെന്ന് പറയാവോ പ്രേക്ഷകർക്ക് വേണ്ടി? നമ്മുടെ ജോർജ് ആലഞ്ചേരി പിതാവ്, ഓക്കെ, ക്ലീമീസ് പിതാവ്, ഓക്കെ, പിന്നെ ഓസ്വാൾഡ് ഗ്രേഷ്യസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇങ്ങനെ 3 പേർക്കാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടവകാശമുള്ള ഇന്ത്യയിൽ നിന്നുള്ള കാർഡിനൽ. ഞാനായാലും തീരുമാനിച്ചിട്ടേ ഉള്ളൂ. യെസ്. വേണമായിരുന്നോ? അറിയത്തില്ല. ചോദിക്കട്ടെ? ആജന്തസ് എന്ന ഡിഗ്രി പ്രസിദ്ധീകരിച്ച വർഷം, മാസം, ദിനം? 1965 ഡിസംബർ 7. ശരിയാണെന്ന് പറഞ്ഞേക്കുവാണോ? ആണോ? അതെ. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. 20 മാർക്ക് SH കാഞ്ഞിരപ്പള്ളിക്ക് ലഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി ലാസ്റ്റ് ലക്ക് റൗണ്ടും തീർന്നിരിക്കുകയാണ്. എല്ലാ ടീമുകൾക്കും ലഭിച്ചിരിക്കുന്ന മാർക്ക് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. 6 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST സമൂഹത്തിൻ്റെ സുവർണ ജൂബിലി സമ്മാനം സാന്തോ മിഷൻ ക്യൂസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് സ്കോർ നോക്കാം. സ്കോറിന് ശേഷം ആരാണ് ഈ സുവർണ ജൂബിലി സമ്മാനമായ സാന്തോ മിഷൻ ക്യൂസിൻ്റെ വിജയികൾ എന്ന് നമുക്ക് മനസ്സിലാകും. ഈക്വൽ മാർക്ക് വരികയാണെങ്കിൽ അവരോട് മാത്രമായിട്ട് തുടർന്ന് ഫാമിലിയാരിറ്റി റൗണ്ട് എന്ന റൗണ്ടിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അതിൽ ആദ്യം ഉത്തരം പറയുന്നവർക്ക് മാർക്ക് കിട്ടുകയും അവരെ അതിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ആദ്യം നമുക്ക് സ്കോറിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് ഫർദർ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത്, മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് പറയാവുന്നതാണ്. SH കാഞ്ഞിരപ്പള്ളിക്ക് 100 പോയിന്റുകളാണ്. FCC ഭരണങ്ങാനം 107.5 പോയിന്റ്. SMS പാല 90 പോയിന്റ്. DST പാല 100 പോയിന്റ്. DST പാലായിക്കും SH കാഞ്ഞിരപ്പള്ളിക്കും തുല്യ മാർക്കുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിച്ചിരിക്കുന്നത് FCC ഭരണങ്ങാനമാണ്. SMS പാല തീർച്ചയായിട്ടും പരിശ്രമിച്ചു. ഇതിൽ സെക്കൻഡ് ആർക്ക് കൊടുക്കണമെന്നുള്ള തീരുമാനമാണ് നമുക്കെടുക്കേണ്ടത്. SH കാഞ്ഞിരപ്പള്ളിക്ക് വേണോ DST പാലായിക്ക് വേണോ എന്ന്. ഞാൻ കൊണ്ടുകൊള്ളാം.
നമുക്ക് നോക്കാം. ഫാമിലിയാരിറ്റി റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടെ ഞാൻ സുവിശേഷത്തിലെ അധ്യായവും വാക്യവും പറയും. അതേതാണ് എന്ന് നിങ്ങൾ പറയണം. ലൂക്കായുടെ സുവിശേഷമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലിയർ ആയിട്ടുണ്ട്. അത് എത്രമാത്രം ഫാമിലിയർ ആണ് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന റൗണ്ടാണ് ഫാമിലിയാരിറ്റി റൗണ്ട്. ഈ റൗണ്ടിൽ നിങ്ങൾക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കാം. ഏത് ടീമിനെ പ്രോത്സാഹിപ്പിക്കുന്നത്? അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു? ഇതെന്നാ ചോദ്യം അല്ലേ? ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം SH കാഞ്ഞിരപ്പള്ളിയോടാണ്. ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ത്? ഇരുപത് സെക്കൻഡ് സമയമാണുള്ളത്. 20 സെക്കൻഡ് സമയമാണ് നമുക്കുള്ളത്. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. എന്തോ? പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിക്കും. ഇത്രയും വലിയ പരീക്ഷ കഴിഞ്ഞിട്ട് ഇനി പരീക്ഷകളാണ് പറയുന്നത്? അറിയത്തില്ല ഉത്തരം. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇതാ DST പാലായിക്ക് സുവർണാവസരം. 2,000 സമ്മാനത്തിനുള്ള സുവർണാവസരം, 5000 രൂപയും ട്രോഫിയും. നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 62-ാം വാക്യം. കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യം കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല. ആ സിസ്റ്റർ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാക്കണോ? 9:62. എന്തോ? അത് 9:62 തന്നെയാണ്. കൺഫ്യൂഷൻ ഒന്നുമില്ല? ഇല്ല. ശരിയാണോ സിസ്റ്ററെ? ശരിയാണോ? ഉത്തരം ശരിയാണ്. DST പാലായിക്ക് അതിൻ്റെ മാർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതോടുകൂടി സാന്തോ മിഷൻ ക്യൂസിലെ വിജയികളെ നമ്മൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. 1-ാം സമ്മാനം FCC ഭരണജ്ഞാനം, 2-ാം സമ്മാനം DST പാല, 3-ാം സമ്മാനം SH കാഞ്ഞിരപ്പള്ളി. ദൈവഹിതം അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ ചിരി കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ? നന്നായിട്ട് നമുക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. 100, 107, 90, 100 ഇതൊക്കെയാണ് പോയിന്റുകൾ. ശക്തമായിട്ട് നിങ്ങൾ പോരാടി, നിങ്ങൾക്ക് പറ്റുന്ന അറിവുകളൊക്കെ നിങ്ങൾ പകർന്നു നൽകി. തീർച്ചയായിട്ടും ഇതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രേക്ഷിത ചൈതന്യം വളർത്തുവാൻ വേണ്ടി, പ്രേക്ഷിത തീഷ്ണത വളർത്തുവാൻ സഹായിച്ചു എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ സമയം ഇവിടെ നമ്മൾ ചെലവഴിച്ചപ്പോൾ, നമ്മുടെ അറിവുകൾ നമ്മൾ പങ്കുവച്ചപ്പോൾ നമുക്ക് അതിന് സാധിച്ചു. നമുക്ക് സമ്മാന ദാനത്തിലേക്ക് കടക്കാം. ട്രോഫികൾ റെഡിയായിട്ടിരിക്കുന്നു, ക്യാഷ് പ്രൈസുകൾ റെഡിയായിട്ടിരിക്കുന്നു. നമുക്ക് അതിലേക്ക് കടക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇന്ന് സമ്മാനങ്ങൾ നൽകുന്നത് MST സമൂഹത്തിൻ്റെ ജനറൽ കൗൺസിലർ അംഗവും സുവർണ ജൂബിലി പ്രോഗ്രാമിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൺവീനറുമായ ബഹുമാനപ്പെട്ട തോമസ് ചങ്ങനാരിപ്പറമ്പിലച്ഛനും, അതോടൊപ്പം തന്നെ MSTയുടെ പ്രൊക്രേറ്റർ ജനറലായ ബഹുമാനപ്പെട്ട ജോയി കുന്നേലച്ഛനും നമ്മോടൊപ്പമുണ്ട്. അവരെ രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആകുവാൻ സിറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ MST സമൂഹം നിങ്ങൾക്കായി ഒരുക്കിയ സാന്തോം മിഷൻ ക്യൂസ് ഇവിടെ പൂർത്തിയാവുകയാണ്. അനേകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർ അവരുടെ കഴിവുകൾ, അറിവുകൾ നമ്മളുമായി പങ്കുവച്ചു. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കൃത്യസമയത്ത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നൽകി വിജയികൾ ആരാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇതാ സമ്മാന ദാനത്തിനുള്ള സമയമായി. MSTയുടെ സുവർണ ജൂബിലി സമ്മാനമായ ക്യാഷ് പ്രൈസും
ട്രോഫിയും നൽകുന്നതിന് വേണ്ടി നമ്മുടെ തായിരിക്കുന്ന തോമസ് അച്ഛനും ജോയി അച്ഛനും 4 പേരിൽ ശക്തമായി പോരാടി. എന്നാൽ നമുക്കറിയാം മത്സരത്തിൽ ഒരാൾക്ക് സമ്മാനം ലഭിക്കാൻ സാധിക്കുകയുള്ളൂ. 90 പോയിൻറ്റുമായി അവസാനത്ത് ആയിരിക്കുന്ന SMS പാല ടീമിനെ അവരുടെ ട്രോഫി മേടിക്കുന്നതിന് വേണ്ടി ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്റർ ബ്ലസ് മരിയ SMS, സിസ്റ്റർ അനാലിയ SMS, പാല സെൻറ് തോമസ് പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഈ പ്രേക്ഷിത യാത്രയിൽ പങ്കെടുത്ത അവരെ ഒത്തിരി സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനിൽ നിന്ന് ട്രോഫി മേടിക്കുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കൈയടിക്കാം. മനോഹരമായ ഈ യാത്രയിൽ നമ്മോടൊപ്പമായിരുന്ന ഇവരെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്നു. അടുത്തതായി 3ാം സ്ഥാനത്തിന് അർഹരായ കാഞ്ഞിരപ്പള്ളി SH പ്രൊവിൻസിലെ കമ്പംവേട്ട് എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ആതുര ശുശ്രൂഷ രംഗത്ത് ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ലിയ ടോം സിസ്റ്ററും സിസ്റ്റർ ട്രീസ മരിയ സിസ്റ്ററും നന്നായി പോരാടി നമുക്ക് വേണ്ടി അവരുടെ അറിവുകൾ പങ്കുവെച്ചു. 3ാം സ്ഥാനത്തിന് അർഹരായിരിക്കുകയാണ്. ട്രോഫി 3ാം സ്ഥാനത്തിന് അർഹരായവർക്കുള്ള ട്രോഫി മേടിക്കുന്നതിന് വേണ്ടി തോമസ് അച്ഛനിൽ നിന്ന് മേടിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഒത്തിരി സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ 3000 രൂപയുടെ ചെക്ക് ബഹുമാനപ്പെട്ട ജോയി കുന്നേലച്ചനിൽ നിന്ന് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. അഭിനന്ദനങ്ങൾ സിസ്റ്റേഴ്സ്. നന്നായി പൊരുതി, നന്നായി പോരാടി 3ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അടുത്തതായി 2ാം സ്ഥാനം നേടിയ DST പാല പ്രൊവിൻസിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്. അവർ അവസാന ഘട്ടം വരെ നന്നായി പോരാടി 2ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അവർ സിസ്റ്റർ സെലിൻ DST, സിസ്റ്റർ അൽഫോൻസ DST ട്രോഫി നൽകുന്നു ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ. 5000 രൂപയുടെ ക്യാഷ് പ്രൈസ് ബഹുമാനപ്പെട്ട ജോയി കുന്നേലച്ചൻ. 2ാം സ്ഥാന അർഹരായ ബഹുമാനപ്പെട്ട സെലിൻ സിസ്റ്ററിനും സിസ്റ്റർ അൽഫോൻസായിക്കും നൽകുന്നു. അഭിനന്ദനങ്ങൾ. ഇനിയും നമുക്ക് കണ്ടുമുട്ടണം, ഇനിയും ശക്തമായി പോരാടണം. പ്രേക്ഷിത ചൈതന്യം മറ്റുള്ളവരിലേക്ക് നമ്മുടെ വാക്കിലൂടെ ഉത്തരത്തിലൂടെ നമുക്ക് എത്തിക്കണം. അവസാനമായി ഈ പോരാട്ടത്തിൽ ആദ്യമേ ഓടി ശക്തമായി ഓടി സമ്മാനം നേടിയ FCC ഭരണങ്ങാനം പ്രൊവിൻസ്. FCC ഭരണങ്ങാനം പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെയായിരിക്കുന്ന സിസ്റ്റർ ജിയോ മരിയ ആൻഡ് സിസ്റ്റർ ജെയ്മി എബ്രഹാം 10000 രൂപയും ട്രോഫിയും സ്വീകരിക്കുന്നതിന് വേണ്ടി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. MSTയുടെ സുവർണ ജൂബിലി സമ്മാനമായ സാന്തോ മിഷൻ ക്യൂസിന്റെ വിജയികൾ സിസ്റ്റർ ജിയോ മരിയ FCCയും സിസ്റ്റർ ജെയ്മി എബ്രഹാം FCCയും ഭരണങ്ങാനം അൽഫോൻസാമയുടെ സ്വന്തം പ്രൊവിൻസായ അൽഫോൻസ ജ്യോതി പ്രൊവിൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എത്തിയ ജിയോ മരിയയ്ക്കും സിസ്റ്റർ ജെയ്മിക്കും അഭിനന്ദനങ്ങൾ. കൺഗ്രാജുലേഷൻസ്. MST സ്ഥാപിതമായപ്പോൾ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ജനതകളോടുള്ള സുവിശേഷ പ്രഘോഷണം, യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ ഇടയിൽ ചെന്ന് അവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുക. 2ാമത്തെ ലക്ഷ്യമാണ് മാതൃസഭയിൽ, കേരള സഭയിൽ പ്രേക്ഷിത ചൈതന്യം വളർത്തുക എന്നുള്ളത്. സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ സാന്തോ മിഷൻ കിസിലൂടെ ഈ ലക്ഷ്യത്തിൽ ഒരു പടി കൂടി MST സമൂഹം മുന്നേറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെ മിഷനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി, പ്രേക്ഷിത തീക്ഷ്ണത മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ മത്സരാർത്ഥികളിലൂടെ MST സമൂഹവും ശാലോം TVയും ചേർന്ന് പരിശ്രമിക്കുകയായിരുന്നു. വിജയം കണ്ടെത്തിയിരിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇനിയും ഈ പ്രേക്ഷിത യാത്ര നമുക്ക് തുടരണം. ഞങ്ങളോടൊപ്പം യാത്ര ചെയ്ത നിങ്ങളെ ഓരോരുത്തരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് നന്ദി, നമസ്കാരം.